2026 SSLC എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്ന് 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത്. ഇവിടെ നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? dn പ്ലസ് എഫ് മൈനസ് ഡി ആണ്. ഇവിടെ ഡി എന്ന് പറയുന്നത് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദത്തിനെയാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് 6, 10, 14 എക്സെട്ര. ഇതിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം ഏതാണ്? 6 ആണ്. ഇനി കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക അഥവാ പൊതുവ്യത്യാസം? സെക്കൻഡ് ടേം അഥവാ രണ്ടാം പദത്തിൽ നിന്നും ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കുറച്ചാൽ മതി. അതായത് 10ൽ നിന്നും 6 കുറച്ചാൽ 4. ഇനി നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം കണ്ടുപിടിച്ചൂടെ? ആൾജിബ്രായിക് ഫോം ഈക്വൽ ടു ഇക്വേഷൻ dn പ്ലസ് എഫ് മൈനസ് ഡി എന്നാണ്. ഡി എത്രയാണ്? 4n പ്ലസ് എഫ് മൈനസ് ഡി 6 മൈനസ് 4. ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എഴുതുന്ന സമയത്ത് എന്നിന് നമ്മൾ ഒരു വാല്യൂ വിട്ടുകൊടുക്കില്ല. 4n പ്ലസ് 6ൽ നിന്നും 4 പോയാൽ 2. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം 4n പ്ലസ് 2 ആണ്. 2026 SSLC എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും 8 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അറിയാനായി താഴെ കൊടുത്തിരിക്കുന്ന വീഡിയോ കണ്ടു നോക്കുക. താങ്ക്